നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എരവ് ആറാങ്കല്ലിലെ കൊലപാതക കേസിൽ മയക്കുമരുന്നിന് അടിമയായ പ്രതിയെ പോലീസ് റിമാൻഡ് ചെയ്തു. അനധികൃതമായി താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ബിജെപി താന്യം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാരമുക്ക് വിളക്കുംകാലിൽ ആളൊഴിഞ്ഞ പറമ്പിൽ തീപിടുത്തം. നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിൽ വൻ ദുരന്തം ഒഴിവായി. വിശദമായ വാർത്തകളിലേക്ക്. എരവ് ആറാങ്കല്ലിലെ കൊലപാതക കേസിൽ മയക്കുമരുന്നിനടിമയായ പ്രതിയെ പോലീസ് റിമാൻഡ് ചെയ്തു. അരിമ്പൂർ ആറാങ്കല്ല് സ്വദേശിയായ താണിക്കൽ ചാലിശ്ശേരി 21 വയസ്സുള്ള ക്രിസ്റ്റിയെയാണ് പോലീസ് പിടികൂടിയത്. ശനിയാഴ്ച ക്രിസ്റ്റിയും സുഹൃത്ത് അക്ഷയും ബൈക്കിൽ വരുമ്പോൾ ആറാങ്കല്ല് യൂണിയൻ ഓഫീസിന് മുൻവശം വെച്ച് മരണപ്പെട്ട മോഹനൻ ബൈക്കിന്റെ മുന്നിൽ കയറി നിന്ന് കൈ കാണിച്ചിരുന്നു. ഇതിന്റെ വൈരാഗ്യത്താൽ ക്രിസ്റ്റി ബൈക്കിൽ നിന്നിറങ്ങി മോഹനനുമായി വാക്കേറ്റമുണ്ടാവുകയും ഷർട്ടിന്റെ കോളറിൽ കുത്തിപ്പിടിച്ച് ബലമായി റോഡിലേക്ക് തള്ളിയിടുകയുമായിരുന്നു. തല റോഡിലിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മോഹനൻ മരിച്ചു. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതിയെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർമാരായ സുബിന്ദ്, അഭിലാഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കൃഷ്ണകുമാർ, ഡെൻസാഫ് ടീമിലെ അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ ഷൈൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സോണി എന്നിവരാണ് ഉണ്ടായിരുന്നത്. മതിയായ രേഖകളില്ലാതെ താമസിക്കുന്ന മുഴുവൻ അന്യസംസ്ഥാന തൊഴിലാളികളെയും കണ്ടെത്തി ഒഴിപ്പിക്കുക, സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കും ജീവനും ഭീഷണിയായി അനധികൃത താമസ സൌകര്യം ഒരുക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബിജെപി താന്യം പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ബിജെപി തൃശൂർ സിറ്റി പ്രസിഡന്റ് ശ്രീ ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. പ്രദേശങ്ങളിൽ, കേരളത്തിലെ നഗരകേന്ദ്രീകൃതമായ പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും വരെ മതിയായ രേഖകളില്ലാതെ പലരും താമസിക്കുന്നു. പലരും അതിർത്തി ഭേദിച്ച് വന്നവരാണ്. അവർ മതിയായ രേഖകളില്ലാതെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. അത്തരത്തിലുള്ള കേന്ദ്രങ്ങൾക്കെതിരെ നടപടി വേണമെന്നും പോലീസ് ഈ വിഷയങ്ങളിൽ കർശനമായി ഇടപെടണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടുള്ളതായിരുന്നു. അത് കേരളത്തിലെ അമിതമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗവും അമിതമായിട്ടുള്ള ആക്രമണ വാസനയും കേരളത്തിൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന നിരവധി സംഭവങ്ങളും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലും അതിലെല്ലാം ഒരു ഭാഗത്ത് പ്രതികളാവുന്നത് ഇത്തരത്തിലുള്ള കുടിയേറ്റക്കാരായിട്ടുള്ള രേഖകളില്ലാതെ കേരളത്തിൽ താമസിക്കുന്ന ബംഗ്ലാദേശിൽ നിന്നും വന്നിട്ടുള്ള പലരും അതിൽ പ്രതികളാവുന്നു എന്നുള്ളതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചത്. കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ അതിക്രമങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ രേഖകൾ ശേഖരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്നും ഇതുമൂലം കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും വർധനവ് കേരളത്തിലെ ക്രമസമാധാന അന്തരീക്ഷം തകർക്കുന്നുവെന്നും ഉദ്ഘാടകൻ പറഞ്ഞു. ബിജെപി താന്യം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബിനോബ് അധ്യക്ഷനായി. സുനിൽ പാറമ്പിൽ, ബിജെപി നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റിനി മാണി, ജനറൽ സെക്രട്ടറി ടി.ജി. രതീഷ്, നിഷ പ്രവീൺ, ഇ.പി. ഹരീഷ് മാസ്റ്റർ, ഉണ്ണിമോൻ, എൻ.എസ്. സുഗതൻ, കൃഷ്ണനുണ്ണി, പ്രകാശൻ കണ്ടങ്ങത്ത് എന്നിവർ സംസാരിച്ചു. ശ്മശാന ഭൂമി കൈയടക്കാൻ പഞ്ചായത്തിനെ അനുവദിക്കില്ല SC/ST ഫെഡറേഷൻ. പട്ടികജാതി ജനവിഭാഗങ്ങളുടെ ശ്മശാന ഭൂമി കൈയേറി കളിസ്ഥലം സ്ഥാപിക്കണമെന്ന ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് ഭരണസമിതിയും ഗുരുവായൂർ MLAയുടെയും നിലപാട് ഈ ജനതയോടുള്ള വെല്ലുവിളിയും വിവേചനവുമാണെന്ന് ശ്മശാന ഭൂമിയിൽ ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തൃശൂർ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് നിഖിൽ ചന്ദ്രശേഖരൻ പറഞ്ഞു. ശ്മശാന ഭൂമി സംരക്ഷണ സമിതി പ്രസിഡന്റ് PV അജയൻ അധ്യക്ഷനായി. മുതിർന്ന പ്രവർത്തകൻ CK മാധവൻ പതാക ഉയർത്തി. ജില്ലാ കമ്മിറ്റി അംഗം TV മോഹനൻ, ഫെഡറേഷൻ സംസ്ഥാന ചെയർമാൻ AK സന്തോഷ്, പ്രസന്നൻ ആരി, PK പ്രേമനാഥൻ, മണികണ്ഠൻ കൈരളി, സുധൻ പോറത്തറ, PV ഓമന എന്നിവർ സംസാരിച്ചു.
സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വാടാനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി സെന്ററിൽ പന്തം കൊളുത്തി പ്രകടനവും പൊതുയോഗവും നടത്തി. പൊതുയോഗം മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എ മുസ്തഫ അധ്യക്ഷത വഹിച്ചു. മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ എസ് ദീപൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് ഭാരവാഹികളായ പി ഡി ബെന്നി, സുഗന്ധിനി ഗിരി, ജിജു വൈക്കാട്ടിൽ, സി എം രഘുനാഥ്, പ്രിൻസി സുരേഷ് എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് അസിഫ് അലി അരയങ്കര, രാഘനാഥൻ വൈക്കാട്ടിൽ, വേണുവാലത്ത്, സി എൻ സുരജ എന്നിവർ നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച നടത്തുന്ന BSNL ഓഫീസ് മാർച്ചിന്റെ പ്രചരണാർത്ഥം CPM നാട്ടിക ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥ സമാപിച്ചു. 4 ദിവസങ്ങളിലായി നടന്ന ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു ക്യാപ്റ്റനും ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് വൈസ് ക്യാപ്റ്റനും കെ എ വിശ്വംഭരൻ മാനേജറുമായ ജാഥ വിവിധ ഇടങ്ങളിലെ പര്യടനത്തിന് ശേഷം കൈപ്പമംഗലം കാളമുറിയിൽ സമാപിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം എം.എൻ. സത്യൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. IS കാസിം അധ്യക്ഷനായി. PM അഹമ്മദ്, PL പോൾസൺ, PR കണ്ണൻ എന്നിവർ സംസാരിച്ചു. ഒരു പുതിയ കാര്യമല്ല. പലപ്പോഴും ഈ അവഗണനയ്ക്കെതിരായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം CPIM വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങളെ നിരത്തി കേരളത്തിന്റെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി എടത്തുരുത്തി വെസ്റ്റ് SNVLP സ്കൂളിന്റെ 98ാം വാർഷികവും വിരമിക്കുന്ന പ്രധാനാധ്യാപിക AV വീണയ്ക്ക് യാത്രയയപ്പും നൽകി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ബെന്നി ബെഹനാൻ MP മുഖ്യാതിഥിയായി. ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, കൊടുങ്ങല്ലൂർ DYSP VK രാജു, സ്കൂൾ മാനേജർ KB മംഗൾ, PTA പ്രസിഡന്റ് ദിനാർ കുട്ടമംഗലം, അധ്യാപകൻ MA ഫൈസൽ, HM ഇൻചാർജ് TG നിമ്മി, വാർഡ് മെമ്പർ ഫാത്തിമ അഷ്റഫ്, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS നിഖിൽ, കിസാൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബൈന പ്രദീപ്, MPTA പ്രസിഡന്റ് അഞ്ജു റനീഷ്, അധ്യാപക പ്രതിനിധി KB സന്ധ്യ, OSA പ്രസിഡന്റ് അഫ്സൽ കറപ്പംവീട്ടിൽ, സംഘാടക സമിതി ചെയർമാൻ ദിനേശ് കൊല്ലാറ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ശരവണ പൊയ്കൈ കണ്ടു പുഞ്ചിരി തൂകട്ടെ, പഞ്ചവർണ്ണ കിളിയൊന്നു പാടട്ടെ. പെണ്ണിന്റെ കല്യാണം മലർ കൈകൊട്ടി പാടടി നല്ലോണം. പഞ്ചാര പുഞ്ചിരി തൂകട്ടെ, പഞ്ചവർണ്ണ കിളിയൊന്നു പാടട്ടെ. നാട്ടിക പന്നിപ്പുലത്ത് ശ്രീ അന്നപൂർണേശ്വരി ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം മേൽശാന്തി ജിനേഷ് താണിയത്തിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ കൊടിയേറ്റ് കർമ്മം നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് PG സിദ്ധാർത്ഥൻ, സെക്രട്ടറി PK സുരേഷ് ബാബു, ട്രഷറർ PS ജഗദീശൻ, വൈസ് പ്രസിഡന്റ് PB സതീശൻ എന്നിവർ നേതൃത്വം നൽകി. മാർച്ച് 2 ഞായറാഴ്ചയാണ് ഉത്സവം. ഉത്സവ ദിവസം രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, നവകലശാഭിഷേകം, ശീവേലി എഴുന്നള്ളിപ്പ്, പ്രസാദഊട്ട് എന്നിവ നടക്കും. വൈകിട്ട് പൂരം എഴുന്നള്ളിപ്പ്, ദീപാരാധന, മോഹിനിയാട്ടം എന്നിവയും രാത്രി 8-ന് തിരുവനന്തപുരം സാഹിതി തിയേറ്റേഴ്സിന്റെ മുച്ചീട്ടുകളിക്കാരന്റെ മകൾ നാടകവും നടക്കും. തുടർന്ന് രാത്രി പൂരം എഴുന്നള്ളിപ്പ്, ഗുരുതി തർപ്പണം എന്നിവയുമുണ്ടാകും. കൈപ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ കുടുംബ സംഗമങ്ങൾക്ക് കൈപ്പമംഗലം പഞ്ചായത്തിലെ 6ാം വാർഡിൽ തുടക്കമായി. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനായി പാർട്ടിയെ സജ്ജമാക്കുന്നതിനായുള്ള ചിട്ടയായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കുടുംബസംഗമം മുൻ MPയും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ P മേനോൻ അധ്യക്ഷനായി.
മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സായ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ KV അബ്ദുൾ മജീദ്, സജയ് വൈനപ്പള്ളി, മണി കാവുങ്ങൽ, CJ പോൾസൺ, ശോഭന രവി, അനസ് അബൂബക്കർ, സുരേഷ് കൊച്ചുവീട്ടിൽ, ഷീല വിശ്വംഭരൻ, ബീന സുരേന്ദ്രൻ, മണി ഉല്ലാസ്, PA ഗഫൂർ, PA ഷാജഹാൻ, PK സുകന്യ, ജിനൂബ് അബ്ദുൾ റഹ്മാൻ, CA അബ്ദുൾ ഖാദർ, നൌഫിദ മുഹമ്മദ്, KS സുഹൈൽ, TK ഉമ്മർ എന്നിവർ സംസാരിച്ചു. കാരമുക്ക് വിളക്കുംകാലിൽ ആളൊഴിഞ്ഞ പറമ്പിൽ വൻ തീപിടുത്തം. നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിൽ വൻ ദുരന്തം ഒഴിവായി. വിളക്കുംകാൽ കൂറ്റുകാരൻ ഓഡിറ്റോറിയത്തിന് സമീപം തിങ്കളാഴ്ച ഉച്ചയോടെയാണ് വൻ ശബ്ദത്തോടെ തീ ആളിപ്പിടിച്ചത്. ശക്തിയായ കാറ്റുള്ളതിനാൽ വേഗത്തിൽ തീ പടർന്നു. ഉടൻ തന്നെ നാട്ടുകാർ ഓടിയെത്തി സമീപ വീടുകളിൽ നിന്നും വെള്ളമെടുത്ത് അണയ്ക്കാൻ ശ്രമിച്ചു. സമീപവാസികൾ ഒന്നായി ചേർന്ന് കഠിനമായി പരിശ്രമിച്ചതിനാൽ വേഗം തന്നെ തീ നിയന്ത്രിക്കാനായി. തുടർന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. ഉപയോഗശൂന്യമായി കാടുപിടിച്ച് കിടക്കുന്ന പറമ്പുകൾ വൃത്തിയാക്കി തീപിടുത്തത്തിനുള്ള സാധ്യത ഇല്ലാതാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇത് മണ്ണൂർ പഞ്ചായത്തിൽ 12-ാം വാർഡിൻ്റെ ഒരു ബൗണ്ടറിന്നത്. ഇവിടെ ഒരു 3/4 മണിക്കൂർ മുമ്പ് റോഡ് സൗണ്ട് കേട്ടിട്ട് ഞങ്ങളെല്ലാവരും എത്തി നോക്കിയപ്പോഴാണ് തീ പെട്ടെന്ന് ആളിപ്പടർന്ന് ഒരു ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഒരു പറമ്പുണ്ടായിരുന്നു. അത് കാട് പിടിച്ച് ആൾ താമസമില്ലാത്ത വീടുന്ന അവിടെ പാമ്പും എല്ലാം ഉള്ള സ്ഥലമാണത്. അവിടെയാണ് ആദ്യം തീ ആളിപ്പിടിച്ചത്. അതോടുകൂടി എല്ലാവരും ഇറങ്ങി, ആർക്കൊന്നും ചെയ്യാൻ ഭയങ്കര കാറ്റായിരുന്നു, ഒരു നിർവൃത്തിയില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വന്നത്. അവർ വന്നു. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് തീ കെടുത്താൻ പറ്റിയിട്ടുള്ളത്. ഇപ്പോഴും ഇവിടെ അടുത്ത പരിസരത്തുള്ളവരൊക്കെ വളരെ പേടിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടമാനം പാമ്പിൻ്റെ ശല്യമുണ്ട്. ഇതുപോലെ പല സ്ഥലങ്ങളും ഉപയോഗശൂന്യമായി കിടക്കുന്നത് കാട് പിടിച്ചിട്ട് ജനങ്ങൾക്ക് വളരെ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെ. അതിന് പഞ്ചായത്ത് ഇടപെട്ട് എന്തെങ്കിലും ചെയ്യണമെന്നും കൂടിയാണ് ഇതിൽ പറയാനുള്ളത്. കാര്യമായി ഇവിടെ വന്നെത്തിയാണ്. അപ്പോൾ വന്നെത്തിയപ്പോൾ ഹോട്ടലിൽ വന്നപ്പോൾ തീ ആകെ പടർന്ന് കയറാനുണ്ട്. അപ്പോഴാണ് ഷാജിയേട്ടനെ നമ്മൾ കണ്ടു. ഷാജിയേട്ടൻ പറഞ്ഞു ഫയർഫോഴ്സ് നമ്മൾ വിളിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇത്രയും നിന്ന് ഇവിടുത്തെ ഒരു അമ്മാമ നമ്മളെ സഹായിച്ചു. ആ അമ്മാമ ഒരു ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നിട്ടാണ് നമുക്ക് നനയ്ക്കാനായിട്ട് കൂടുന്നത്. അപ്പോഴേക്ക് നമ്മൾ ഓല വെട്ടലും മടൽ വെട്ടലും ഒരു തീ നിയന്ത്രണമാക്കി. എന്നാലും കാറ്റത്ത് വീണ്ടും കയറി പിടിക്കുകയായിരുന്നു. അപ്പോഴേക്ക് ഫയർഫോഴ്സ് വന്നു. എല്ലാവരും കൂടി സഹായിച്ചാൽ നമുക്ക് ആ തീ അണയ്ക്കാൻ പറ്റി. അപ്പോൾ നമുക്കിതിൽ നിന്ന് പറയാനുള്ളത് ഉപയോഗശൂന്യമായ പറമ്പുകൾ എല്ലാവരും ശ്രദ്ധിക്കുക. തീ ഇടുമ്പോഴായാലും ഇതാണ് ചൂടുകാലമാണ്, പെട്ടെന്ന് തീ കയറി പിടിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ പറ്റും. കണ്ടശാങ്കടവ് വിളക്കുംകാൽ വടക്കേ കാരമുക്ക് റോഡിൽ വളവുകളോട് ചേർന്നുള്ള ട്രാൻസ്ഫോർമറുകൾ സ്ഥാപിച്ച ഇരുമ്പ് ഗ്രില്ലുകൾ KSCB അധികൃതർ എടുത്തുമാറ്റി. ഇരുമ്പ് ഗ്രില്ലുകൾ റോഡിലേക്ക് തള്ളി നിൽക്കുന്നത് മൂലം യാത്രക്കാർക്കുണ്ടാകുന്ന അപകട സാധ്യതയെക്കുറിച്ച് ഗ്രാമ്യ ഓർബിറ്റ് ചാനൽ കഴിഞ്ഞ ദിവസം വാർത്ത പ്രക്ഷേപണം ചെയ്തിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടാണ് അധികൃതർ നടപടിയെടുത്തത്. ഈ റോഡിലെ കാനകൾ പലതും സ്ലാബിട്ട് മൂടാതെ തുറന്നു കിടക്കുന്നതിനാൽ റോഡിന്റെ വീതി കുറവാണ്. കാനകൾ തുറന്നു കിടക്കുന്നതിനാൽ തിരക്കേറിയ റോഡിൽ കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാനാകുന്നില്ലെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്. തളിക്കുളം കൃഷിശ്രീ സെന്റർ കുംഭവിത്ത് മേള വലപ്പാട് ചന്തപ്പടിയിൽ CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കാരൻ വളരെ സന്തോഷകരമായ അനുഭവമാണെന്നും അവിടുത്തെ കൃഷിക്കാരനോട് പറഞ്ഞു. ഒരു വർഷത്തേക്കാളും വ്യത്യസ്തമായി ഇന്ന് നെല്ല് നല്ല രീതിയിൽ നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രം നെല്ലിനെ കാണുമ്പോൾ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നത് പോലെ തോന്നാത്ത കാര്യമില്ല. നിലയ്ക്ക് അതിനുള്ള പ്രത്യേകത നെല്ല് ഇന്ന് വളരെ എന്താ പറയുക മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകാൻ. അതുകൊണ്ട് വളരെ സന്തോഷമുള്ള ഒരു സാഹചര്യമാണെന്നുള്ളത്. അപ്പം തന്നെ കൃഷിക്കാരൻ ഒരു വാക്ക് പറഞ്ഞു, കിട്ടേണ്ട ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ആവശ്യമായ നടപടി നിയമസഭയിൽ ഉണ്ടാകണം എന്നുള്ള ആവശ്യമുണ്ടായി. ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങളുടെ നെല്ല് ഉൽപ്പാദിക്കുന്ന നെല്ല് വളരെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള കൃഷിക്കാരനെ വിളവെടുക്കുമ്പോൾ ദുഃഖമുണ്ടാകാത്ത രീതിയിൽ ആ നെല്ല് വിളവ് എടുത്തു വരുമ്പോൾ അതെടുത്ത് സംഭരിച്ച് നമ്മുടെ കോർപ്പാടങ്ങൾ വെക്കുന്നതിന് ആവശ്യമായ സഹായം ഞാൻ ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷത വഹിച്ചു.
പരമ്പരാഗത വിത്തിനങ്ങളുടെ പ്രദർശന കൈമാറ്റമേള, കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനമേള, ഭക്ഷ്യമേള, വിത്ത് നടീൽ വസ്തുക്കൾ, ജൈവവളം, കീടനാശിനികൾ എന്നിവയുടെ സ്റ്റാളുകൾ എന്നിവ മേളയുടെ ഭാഗമായുണ്ട്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മല്ലിക ദേവൻ, വി കല, വസന്ത ദേവലാൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത്, അംഗങ്ങളായ അജയ് ഘോഷ്, കെ കെ പ്രഹർഷൻ, കൃഷി ഓഫീസർ ലക്ഷ്മി കെ മോഹൻ എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വീണ്ടും വാർത്തകളിലേക്ക്. സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെയും കോൺഗ്രസ് ചാഴൂർ മണ്ഡലം കമ്മിറ്റി വില്ലേജ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ബഡ്ജറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ജനോപകാരപ്രദമായ ഏതെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപിക്കാൻ ഈ സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ കൊണ്ട് സാധിച്ചോ? ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ കുറിച്ച് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഒരാൾക്ക് പോലും പ്രയോജനകരമായ ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കാൻ തയ്യാറാകാതെ, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാതെ, ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കാൻ തയ്യാറാകാതെ ഒരു ബഡ്ജറ്റ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചത് നമ്മൾ കണ്ടു കാണും. തൃശ്ശൂർ ജില്ലയിൽ എന്തെങ്കിലും ഒരു കാര്യം ഈ ബഡ്ജറ്റ് ഉണ്ടായി എന്ന് പറയാൻ സാധിക്കുമോ? ഒന്നുമില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മണ്ഡലം പ്രസിഡന്റ് ഷൈജു സായിറാം അധ്യക്ഷനായി. KPCC മെമ്പർ MK അബ്ദുൽ സലാം മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ, KK അശോകൻ, ജോൺ ജേക്കബ്, റാഫി കൊമ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗോവയിൽ നടത്തിയ ദേശീയ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി 2 ഗോൾഡ് മെഡലും 1 വെള്ളിയും കരസ്ഥമാക്കിയ കണ്ടശാങ്കടവ് മാമ്പിള്ളി ചുള്ളിയിൽ അനീഷിന്റെ മകൾ CA മീനാക്ഷിയെ നാട്ടൊരുമയുടെയും ദേശത്തിന്റെയും ആഭിമുഖ്യത്തിൽ പുരസ്കാരം നൽകി ആദരിച്ചു. മാമ്പിള്ളി ഞെട്ടിക്കാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നടത്തിയ ചടങ്ങ് മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം രതീഷ് കൂനത്ത് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് പൊറ്റേക്കാട്ട് വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. നാട്ടൊരുമ ഡയറക്ടർ ഭക്തവത്സലൻ പൊറ്റേക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിനോടനുബന്ധിച്ച് നടത്തിയ നറുക്കെടുപ്പിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നാട്ടൊരുമ സെക്രട്ടറി ഷാലി വർഗീസ്, സോണി പൊറ്റേക്കാട്ട്, ആദർശ് സുരേഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കാര്യമായി പോയി എന്നാലും നമുക്ക് അറിയാം, നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു പ്രിയങ്കരിയായ മീനാക്ഷിയെ അഭിനന്ദിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരെയും ആവശ്യമാണ്. ഇങ്ങനൊരു മുൻകൈയെടുത്ത് നാട്ടൊരുമ സംഘടന മുൻകൈയെടുത്ത് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനൊരു ചടങ്ങിലേക്ക് ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്കറിയാം, ഈ പ്രതിഭകളെ വളർത്തുന്നത് നമുക്ക് പ്രോത്സാഹനം എന്നാണ് നമുക്ക് പറയാം. എല്ലാ ഒട്ടുമിക്ക പ്രതിഭകളും വളർന്നു വരുന്നത് പ്രോത്സാഹനത്തിലൂടെയാണ്.
ഏറ്റവും ആദ്യം പ്രോത്സാഹനം നമുക്ക് തരുന്നത് നമ്മുടെ മാതാപിതാക്കളാണ് പ്രോത്സാഹനം കൊടുക്കുന്നത്. ആ കുട്ടികളുടെ മാതാപിതാക്കൾ അവർക്ക് പ്രോത്സാഹനം കൊടുത്ത് അവിടെ പിന്നെ ഗുരുക്കന്മാർ പിന്നീട് വരുന്ന ഗുരുക്കന്മാരുടെ പ്രോത്സാഹനം, അങ്ങനെ അതുപോലെ തന്നെ പ്രതിഭകൾ വരുന്ന പ്രതിഭകളുടെ കഴിവുകൾ ഇതൊക്കെ കൂടി ചേർന്നാണ് നമുക്കിങ്ങനെ മീനാക്ഷിയെ പോലുള്ള കുട്ടികൾ വളർന്ന് പന്തലിച്ചു വരുന്നത്. അവരെ നമുക്ക് പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളത് വളരെ നമ്മുടെ ഒരു പ്രത്യേക ഒരു കാര്യം തന്നെയാണ്. കാരണം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മണലൂർ മണ്ഡലം മെമ്പർഷിപ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ ND ഈനാശു മെമ്പർഷിപ്പ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MS സുധാകരൻ അധ്യക്ഷനായി. മണലൂർ നിയോജക മണ്ഡലം സെക്രട്ടറി ദിലീഷ് കോട്ടിലേക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം സെക്രട്ടറി പ്രേമൻ കാണാട്ട്, ട്രഷറർ CA ജോയ്, KA ഫ്രാൻസിസ്, വിൽസൺ ചാലക്കൽ, റന്നി റാഫേൽ, TC ബീന എന്നിവർ സംസാരിച്ചു. മരണപ്പെട്ട വ്യാപാരി KR സത്യയുടെ കുടുംബത്തിന് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കണ്ടശാങ്കടവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 5 ലക്ഷം രൂപ കൈമാറി. വ്യാപാരി മിത്ര മുഖാന്തരമുള്ള ധനസഹായ വിതരണം വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് ബിജയ് ഹരി ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി മിത്ര വൈസ് പ്രസിഡന്റ് സച്ചിൻ കാട്ടിൽ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി മിൽട്ടൺ J തലക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് ചടങ്ങിൽ അംഗത്വ കാർഡ് വിതരണം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം തോമസ് ഫ്രാൻസിസ്, സമിതി ജില്ലാ സെക്രട്ടറി KL ജോസ്, യൂണിറ്റ് സെക്രട്ടറി VV ഷൺമുഖൻ, പ്രസിഡന്റ് CA വർഗീസ്, ട്രഷറർ MV സുധാകരൻ, ജില്ലാ കമ്മിറ്റി അംഗം VT ജോൺസൺ, ഏരിയ പ്രസിഡന്റ് ലതീഷ് നാരായണൻ, ജോയ് പ്ലശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ആൾക്ക് 50,000, 1,75,000 ശമ്പളം കൊടുത്തിട്ട് അവർ വർക്ക് ചെയ്യുന്നത്, എന്നിട്ടാണ് ആ പൈസ കൊടുക്കുന്നത്. അപ്പൊ ഇത് ഒരു സംഘടന എന്നുള്ള രീതിയിൽ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയുള്ള ആൾക്കാർ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതൊരു ക്രൗഡ് ഫണ്ടിങ് ആണ്. ഇതെന്താ സംഭവിക്കുന്നത്? ഒരാൾ നമ്മൾ 2,100 രൂപ വാങ്ങിയിട്ട് കേവലം വെറും 2,100 രൂപ മാത്രമാണ് ഇൻഷുറൻസിൽ ഇതിൽ ചേരാൻ, ഇൻഷുറൻസ് അല്ല ഈ മിത്രയിൽ ചേരാൻ വേണ്ടി പൈസ മേടിക്കുന്നത്. ഈ 2,100 രൂപ മേടിച്ചിട്ട് ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ ആ ഓരോ ആളും മരണപ്പെടുമ്പോൾ അത് അവർ ഒരു 100 രൂപ കൊടുക്കുന്നതാണ് ഇതിൻ്റെ പദ്ധതി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, വന്നാലും ഞാനൊന്നുകൊണ്ട് വിശദീകരിക്കുന്നു പറഞ്ഞു. അപ്പോൾ നമ്മളൊരു 5,000 പേരെ ചേർത്ത് കഴിഞ്ഞാൽ 5,000 × 100 എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ. കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPM ആരംഭിച്ച കാൽനട ജാഥ 28 കേന്ദ്രങ്ങളിലെ പര്യടനത്തിന് ശേഷം കാഞ്ഞാണിയിൽ സമാപിച്ചു. ഏരിയ സെക്രട്ടറി PA രമേശൻ ജാഥ ക്യാപ്റ്റനും ഗീതാ ഭരതൻ വൈസ് ക്യാപ്റ്റനും BG സുബ്രഹ്മണ്യൻ മാനേജറുമായിട്ടുള്ള കാൽനട ജാഥ നാട്ടിടങ്ങളിലെ ആവേശകരമായ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് സമാപിച്ചത്. വിവിധ കേന്ദ്രങ്ങളിൽ പുറമെ KK ശശിധരൻ, VN സുർജിത്ത്, PG സുബിദാസ്, ആഷിഖ് വലിയകത്ത്, KP ആലി, AV ശ്രീവത്സൻ, TI ചാക്കോ, KR ബാബുരാജ്, സിജി മോഹൻദാസ്, ഷീജ രാജീവ്, K രാഗേഷ്, KM ഗോപിദാസൻ, KV രാജേഷ്, KV ഡേവിസ്, KK മനോജ്, അതുല്യ സുഗുണൻ എന്നിവർ സംസാരിച്ചു. ശനിയാഴ്ച വൈകിട്ട് കാഞ്ഞാണി സെന്ററിൽ നടന്ന സമാപന യോഗം ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ജനാർദ്ദനൻ മണ്ണുമൽ അധ്യക്ഷനായി. തൃപ്രയാർ P ജയചന്ദ്രൻ മ്യൂസിക് ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം ചലച്ചിത്ര സംവിധായകൻ കമൽ നിർവഹിച്ചു. ഒരുപാട് പാട്ടുകൾ സ്ത്രീയുടെ ശരീരത്തെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരുപാട് പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നൊക്കെ അത് എഴുതി കഴിഞ്ഞില്ലെങ്കിൽ വലിയ പ്രശ്നമായി മാറും. കാരണം പൊളിറ്റിക്കൽ കറക്റ്റ്നസിന്റെ കാലഘട്ടത്തിൽ അതൊക്കെ വലിയ അശ്ലീലമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് മാറി. നമ്മുടെ പദങ്ങൾ, മലയാളികൾ ഉപയോഗിക്കുന്ന പദങ്ങളും മലയാളികൾ ഉപയോഗിക്കുന്ന ബിംബങ്ങളും ഒക്കെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സംഗീതത്തിന്റെ സ്വഭാവം മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിൽ ഇപ്പം നീലക്കുയിൽ തുടങ്ങിയിട്ടുള്ള മലയാളിയുടേതായ ഒരു സംഗീതം ഉണ്ടായിരുന്നു. അതിനുമുമ്പൊക്കെ ഉത്തരേന്ത്യൻ സംഗീതത്തെയും ഉത്തരേന്ത്യൻ വരികളൊക്കെ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ ട്യൂണിനും വേണ്ടിയിട്ട് മലയാളം പദങ്ങൾ എഴുതുകയായിരുന്നു. അതിൽ നിന്ന് മാറി നീലക്കുയിൽ മുതലാണ്. നീലക്കുയിൽ മുതൽ കുറേ കാലം ഉണ്ടായിരുന്നതാണ്. പിന്നീട് ഇപ്പോഴത്തെ ജനറേഷൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ പാട്ട് കേട്ട് ശീലിക്കുന്നത് അങ്ങനത്തെ പാട്ടുകളാണ്. പഴയ കാലത്തെ പാട്ടുകൾ പുതിയ തലമുറയിലെ കുട്ടികളുടെ യേശുദാസിന്റെ പാട്ട് കേൾക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കില്ല.
അവർ നമ്മൾ വെച്ചുകൊണ്ടിരുന്നപ്പോൾ എഴുന്നേറ്റ് പോകും, അവർക്ക് ഓൾറെഡി പറയാം. കാരണം ഇത് അത്രമാത്രം കേട്ടിരിക്കാനുള്ള ക്ഷമയില്ല. അത് കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള അതിലുപയോഗിച്ചിട്ടുള്ള ബിംബങ്ങളും വാക്കുകളൊക്കെ തിരിച്ചറിയാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനൊന്നും അവർക്ക് കഴിയാത്തതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ പാട്ടുകൾ ഈ മലയാള സിനിമയിൽ ഉണ്ടാകില്ലെങ്കിലും ഉണ്ടായ പാട്ടുകൾ യേശുദാസും ജയചന്ദ്രനും ബ്രഹ്മാനന്ദനും സുശീലാമ്മയും ക്രിസ്ത്യാനിയും അങ്ങനെ ഒരുപാട് ഗായകർ, അതിനുശേഷം വന്ന ഗായകരൊക്കെ തന്നെ എല്ലാവരും നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സംഗീത സംവിധായകരും രചയിതാക്കളൊക്കെ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള പാട്ടുകളൊന്നും ഇവിടെ ഇല്ലാണ്ടാവില്ല. പുതിയ തലമുറ കേട്ടില്ലെങ്കിലും ഇനി കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞാൽ ഒരു തലമുറ അത് ചിലപ്പോൾ ആവർത്തിച്ച് കേട്ടുമില്ല. വലപ്പാട് ഏങ്ങൂർ ഭുവനേശ്വരി ക്ഷേത്രം ഹാളിൽ നടന്ന ചടങ്ങിൽ ഫൗണ്ടേഷൻ ചെയർമാൻ മധു ശക്തിധര പണിക്കർ അധ്യക്ഷനായി. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുരേന്ദ്രൻ മങ്ങാട്ട്, പി ജയചന്ദ്രൻ അനുസ്മരണം നടത്തി. പിന്നണി ഗായകൻ കിഷൻ ശ്രീബാൽ, സീരിയൽ നടൻ ഷൈജൻ ശ്രീവത്സം എന്നിവർ മുഖ്യാതിഥികളായി. മോട്ടിവേഷൻ സ്പീക്കറും ഗായികയുമായ സിയ ശ്രുതി, ഭിന്നശേഷി സൗന്ദര്യ മത്സരത്തിൽ ജില്ലയിൽ 1ാം സ്ഥാനം നേടിയ അഫ്രിൻ ഫാത്തിമ, ചലച്ചിത്ര ബാലതാരം അൻസാം ഇനാസ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ പ്രണയ പ്രശാന്ത് എന്നിവരെയും സംസ്ഥാന ജില്ലാ ഉപജില്ലാ കലോത്സവ പ്രതിഭകളെയും ആദരിച്ചു. പ്രൊഫസർ ദേവദാസ്, ഷൈൻ നെടിയിരിപ്പിൽ, ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, ട്രഷറർ പ്രീതി കഴിമ്പ്രം എന്നിവർ സംസാരിച്ചു. തുടർന്ന് മ്യൂസിക് ഫൗണ്ടേഷൻ അവതരിപ്പിച്ച ഗാനവിരുന്നും അരങ്ങേറി. ആശാവർക്കർമാരോടുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ഐക്യദാർഢ്യ സദസ്സ് നടത്തി. BJP നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് PV സെന്തിൽകുമാർ അധ്യക്ഷനായി. BJP നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയിരിപ്പിൽ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന പ്രതിരോധ കുത്തിവെപ്പുകളുടെ എല്ലാം മേൽനോട്ടം വഹിക്കുന്നത് ഇന്ന് ആശാവർക്കർമാരാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മളുടെ സർക്കാർ ആശുപത്രികളിൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ വേണ്ടത്ര നഴ്സുമാരോ അല്ലെങ്കിൽ ആവശ്യത്തിന് ഡോക്ടർമാരോ ഇല്ലാത്ത ആ ഒരു കുറവ് പരിഹരിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ആശാവർക്കർമാരുടെ നിസ്തുലമായിട്ടുള്ള സേവനം കൊണ്ടാണ്. അപ്പോൾ അത്രയും വലിയ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന അത്രയും നമ്മളുടെ സമൂഹത്തിൻ്റെ ആരോഗ്യ പരിപാലനത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ആശാവർക്കർമാർ അർഹമായിട്ടുള്ള വേതനം ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കൃത്യസമയത്ത് തങ്ങൾക്ക് വേതനം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരരംഗത്ത് വന്നിട്ടുള്ളത്. കേന്ദ്രം 938 കോടി അനുവദിച്ചിട്ടും ആശാവർക്കർമാർക്ക് വേതനമായി നൽകാത്ത സർക്കാർ നടപടി അപലപനീയമാണ്. തിരുവനന്തപുരത്ത് നടക്കുന്ന സമരത്തിന് പോകുന്ന ആശാവർക്കർമാർക്ക് വേണ്ടി BJP പഞ്ചായത്ത് കമ്മിറ്റി സ്വരൂപിച്ച തുക ആശാവർക്കർ സുബില പ്രസാദിന് കൈമാറി. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ശ്രീകുട്ടൻ, സുരേഷ് ഇയാനി, ഗ്രീഷ്മ സുഖിലേഷ്, ലാൽ ഓണുങ്ങൽ, ഉണ്ണിമോൻ, സിദ്ധൻ ആലപ്പുഴ, ജയറാം വളവത്ത്, ചന്ദ്രൻ പണിക്കശ്ശേരി, സന്തോഷ് തോപ്പിൽ, ദയാനന്ദൻ എറാട്ട്, ശിവപ്രകാശ്, ഷാജി പുളിക്കൽ, അജീഷ് വിജയകുമാർ, അജയൻ പള്ളം എന്നിവർ നേതൃത്വം നൽകി. കുറച്ച് പേര് നാട്ടികേന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ട്. അപ്പം നമുക്ക് അനുവദിക്കാത്ത ഓണറേറിയം ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് അർഹതപ്പെട്ടതാണ്. നമ്മൾ ജോലി ചെയ്ത വേതനമാണ്. അത് ആർക്കും തടഞ്ഞു വെക്കാനുള്ള ഒരു അവകാശമൊന്നുമില്ല. നമുക്കത് തരേണ്ടതാണ്. അതിനു വേണ്ടി സമരം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെ മോശമായൊരു കാര്യമാണ്. എന്നുവെച്ചാൽ ഒരാൾക്ക് പോലും ആ ഒരു ഗതികേടില്ല. ജോലി ചെയ്ത ശമ്പളം കിട്ടണം. അതിനാണല്ലോ നമ്മൾ ജോലി ചെയ്യണം. നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ജോലി ചെയ്യുന്നത്. അപ്പം നമ്മളോട് കാട്ടുന്ന ഈ ഒരു കണ്ണു തുറക്കാത്ത ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അത് വളരെയധികം ബുദ്ധിമുട്ടിലാണ്. പിന്നെ നമ്മൾക്ക് പറഞ്ഞാൽ നമ്മളുടെ 62 വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ ആവണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 62 വയസ്സാകുമ്പോഴേക്കും ഞാനിപ്പോൾ 25 വയസ്സിലാണ് ഈ ആശാവർക്കറിൽ കയറിയത്. 16 വർഷമായി. ഞാൻ 62 വർഷം പൂർത്തീകരിക്കും. പോയിട്ട് 10 വർഷം കൂടി മുന്നോട്ട് പോകുന്ന എനിക്ക് ഒരു ഉറപ്പില്ല. എന്താ വെച്ചാൽ ഇത്രയും നാളത്തെ പോലെയല്ല. ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ഒരുപാട് വർക്കുകളാണ് ഞങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഫീൽഡ് മാത്രമാണ് ഇപ്പം ഞങ്ങളുടെ ഒരു വീടില്ല ഞങ്ങൾക്കിപ്പോൾ. ഞങ്ങൾ ഫീൽഡാണ്. ഉപവി ചാരിറ്റബിൾ ട്രസ്റ്റ് നാട്ടിക യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി സ്വഭാവ പഠന നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. GDM LP സ്കൂൾ ഹെഡ്മാസ്റ്റർ CK ബിജോയ് ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും അമ്മമാർ കിച്ചണിലേക്ക് പോകുമ്പോൾ അവരെന്ത് കുട്ടികൾ ചെന്നിട്ട് അമ്മയെ തോണ്ടാൻ തുടങ്ങും.
അപ്പോൾ അമ്മ ഉടനെ മൊബൈൽ ഇത് കാണുക എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ കുട്ടിയാണെങ്കിൽ സ്വസ്ഥമായിട്ടൊരു ഭാഗത്തിരുന്ന് മൊബൈൽ കാണും. അമ്മയുടെ പണിയാണെങ്കിൽ സമാധാനപൂർവ്വമായിട്ട് അമ്മയ്ക്ക് ഒരുപാട് പണികളുണ്ടാവും രാവിലെ, അത് കൃത്യമായിട്ട് നടക്കും. പക്ഷെ ഇത് ഈ കുട്ടിയിൽ മൊബൈൽ അഡിക്ഷൻ ഉണ്ടാകുക മാത്രമല്ല, തെറ്റായ നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ പ്രതീക്ഷകൾക്കും അപ്പുറത്തുള്ള നെഗറ്റീവായുള്ള കാര്യങ്ങൾ കുട്ടികളുടെ മനസ്സിലേക്ക്, കുട്ടികളുടെ ചിന്തകളിലേക്കൊക്കെ വരുവാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ സാഹചര്യം ഒരുക്കുകയാണ് ആ അമ്മ അറിയാതെ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷഹല മുഹമ്മദ് അധ്യക്ഷയായി. ജനറൽ സെക്രട്ടറി ഫാത്തിമത്തു സഅദില, ഡോക്ടർ ഗിരി നമ്പനത്ത്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് മെമ്പർ സുരേഷ് ഇയാനി, ജാസ്മിൻ റഷീദ്, ഹഫ്ര AS എന്നിവർ സംസാരിച്ചു. സാമൂഹ്യ പ്രവർത്തക MK ജിജില എന്നിവർ കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. ഉപവി ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് സാദിഖ് അസീസ്, വനിതാ വിംഗ് പ്രസിഡന്റ് ഐഷ ബി അബ്ദുൾ ജബ്ബാർ, രക്ഷാധികാരി ലൈല അസീസ്, യൂത്ത് വിംഗ് ട്രഷറർ അൻസി കബീർ എന്നിവർ നേതൃത്വം നൽകി. ചൂലൂർ മഹല്ല ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള മിഫ്താഹുൽ ഉലൂം മദ്രസ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ദാറുൽ ഇഹ്സാൻ ഇസ്ലാമിക് അക്കാദമിയുടെ വാർഷികവും സനദ് ദാന സമ്മേളനവും നടന്നു. ദാറുൽ ഇഹ്സാൻ ക്യാമ്പസിൽ മർഹൂം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നഗറിൽ വെച്ച് നടന്ന സംഗമം പാണക്കാട് സയ്യിദ് ഹാഷിർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ VA ഇസ്മായിൽ അധ്യക്ഷനായി. VI സലീം, അബ്ദുൽകുട്ടി ഹാജി എന്നിവർ മുഖ്യാതിഥികളായി. PMS തങ്ങൾ, ഉമരിയ ബ്രാലം, KV മുഹമ്മദ് ഹാജി, MK ഹുസൈൻ മാസ്റ്റർ, മുഹസിൻ അലി ഹാജി, PP മുസ്തഫ മൗലവി, അബ്ദുൽ സലീം വലിയകത്ത്, ഷാജി കണ്ണഗില്ലത്ത്, അനസ് വാഘവി, മുബാറക് ഹാത്തിബ് മുസ്ലിയാർ എന്നിവർ സംസാരിച്ചു. സനദ് ദാന സമ്മേളനത്തിൽ സമസ്ത കേന്ദ്ര മുഷാവറാംഗം PM അബ്ദുസലാം ബാഘവി വടക്കേക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. മഹല്ല് ഖത്തീബ് മുഹമ്മദ് മുസ്തഫ ദാരിമി സംസാരിച്ചു. നാടിൻ്റെ അഭിമാനമാണ് എന്ന നിലക്ക് മഹത്തായ പള്ളിയും മദ്രസയും അതുപോലെ ഒരു അറബിക് ശരീഅത്ത് കോളേജ് അടക്കം ഈ നാട്ടിൽ വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് എന്ന് അറിയാൻ സാധിച്ചതിൽ സന്തോഷിക്കുകയാണ്. ദീനി ദഅവ രംഗത്ത് തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം നമ്മുടെ നാട്ടുകാർ നിർവഹിക്കപ്പെടുമ്പോൾ അത് വളരെ നല്ല രൂപത്തിൽ നോക്കിക്കാണുന്ന വ്യക്തികളാണ് നമ്മൾ ചുറ്റിലുമുള്ളത്. ഒരു മദ്രസ സംവിധാനം എന്ന് വെച്ചാൽ നമ്മുടെ പിഞ്ചോമന മക്കൾ ഇസ്ലാമിൻ്റെ ആദ്യപാഠം പഠിക്കുന്നത് തന്നെ ഉമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ്. ഉമ്മയാണ് പഠിപ്പിക്കേണ്ടത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചും അവിടുത്തെ ജനനം എവിടെ, അവിടെ തൊഫാത്ത് എവിടെ എന്നുള്ള ഇൽമിൻ്റെ ആദ്യപാഠം ഉമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ രണ്ടാമതായി കടന്നു വരുന്നത് ഇതുപോലെ മദ്രസ സംവിധാനത്തിലേക്കാണ്. ഈ മദ്രസ സംവിധാനത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരുടെ എല്ലാ പൾസുകൾ അനുസരിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കാൻ സാധ്യമാകും എന്ന് തന്നെയാണ്. കാരണം ഇവിടെ പഠിപ്പിക്കുന്നത് അദബിൽ ഒരു വിദ്യാഭ്യാസമാണ്. അഖില കേരള ധീവരസഭ വട്ടപ്പരത്തി കരയോഗം മരണാനന്തര സഹായ സമിതി കഴിമ്പ്രം വാർഷിക പൊതുയോഗവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടത്തി. സമിതി പ്രസിഡന്റ് NP ഗോപി അധ്യക്ഷനായി. ട്രഷറർ TV പങ്കജാക്ഷൻ, സമിതി ജോയിന്റ് സെക്രട്ടറി PS ശിവദാസൻ, സമിതി വൈസ് പ്രസിഡന്റ് KG ശേഖരൻ എന്നിവർ സംസാരിച്ചു. NP ഗോപി പ്രസിഡന്റായും NB കാർത്തികേയൻ സെക്രട്ടറിയായും TV പങ്കജാക്ഷൻ ട്രഷററായും 13-അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. കഴിമ്പ്രം GFLP സ്കൂളിലെ അനിഘ KU, അനുഷ്ക NS, ദേവശ്രീ NB, ആരവ് MA, SSLC വിഭാഗത്തിൽ അതുൽ NB, ഘനശ്യാം NK, ദേവപ്രിയ NB, +2 സയൻസ് വിഭാഗത്തിൽ അനുപമ IA എന്നിവരും പുരസ്കാരത്തിന് അർഹരായി. സമിതിയിൽ ഇന്ന് തുടങ്ങുകയാണ്. ഇത് ഇപ്പോൾ തന്നെ ആരംഭിക്കുന്ന കുഞ്ഞുമക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളാരും മുൾപട്ടിണിക്കാരല്ലെങ്കിലും അർത്ഥപട്ടിണിക്കാരാണ് എൻ്റെ നാട്ടിലിപ്പോൾ. ഈ അർത്ഥപട്ടിണിക്കാരിലെ മക്കള് ഇത്രയും ഉയർന്ന മാർക്ക് ഓരോ സ്കൂളിൽ ഉയർന്ന മാർക്കുകൾ വാങ്ങി
ഉന്നത വിജയം കൈവരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം ഈ സമിതിക്കും ഈ കരയോഗത്തിലെ ജനങ്ങൾക്കും ഈ കരയോഗത്തിലും മറ്റ് കരയോഗത്തിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളുകൾക്കും വലിയൊരു കാര്യം തന്നെയാണ്. പത്തേമാരിയിലും കപ്പലിലും പോയവരാണ് ഈ നാടിന്റെ വികസനത്തിനും പ്രവാസ ജീവിതത്തിന് വഴികാട്ടി തന്നവരെന്ന് കേരള സർക്കാർ നോർക്ക എറണാകുളം റീജിയണൽ അസിസ്റ്റന്റ് ശ്രീമതി രശ്മികാന്ത് പറഞ്ഞു. പത്തേമാരി പ്രവാസി സംഗമവും സമാദരണ സദസ്സും തൃപ്രയാറിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പത്തേമാരി പ്രവാസി സമിതി പ്രസിഡന്റ് അബ്ദു തടാകം അധ്യക്ഷനായി. പത്തേമാരി രക്ഷാധികാരി കരീം പന്നിത്തടം മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി ഷെരീഫ് ഇബ്രാഹിം, ലോക കേരള സഭ മെമ്പർ PK കബീർ സലാല, ക്രൈംബ്രാഞ്ച് പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് M സുരേന്ദ്രൻ, തൃപ്രയാർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രേമചന്ദ്രൻ വടക്കേടത്ത്, നൌഷാദ് തെക്കുംപുറം, സക്കറിയ PA, കബീർ കുഞ്ഞിമൊയ്തു എന്നിവർ സംസാരിച്ചു. പത്തേമാരിയിലും കപ്പലിലും പോയവരെ ചടങ്ങിൽ ആദരിച്ചു. ഷെരീഫ് ഇബ്രാഹിം എഴുതിയ പത്തേമാരി ഇംഗ്ലീഷ് പരിഭാഷ പുസ്തകം ചടങ്ങിൽ രശ്മികാന്ത് പ്രകാശനം ചെയ്തു. BBLLBക്ക് 1ാം റാങ്ക് ലഭിച്ച ശ്രദ്ധ സുരേന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു. കാഞ്ഞാണി ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോണ്ടിസറി ആൻഡ് പ്രീ പ്രൈമറി TTC സെന്ററിലെ 2024-25 ബാച്ചിന്റെ കരകൗശല വസ്തുക്കളുടെയും പഠനോപകരണങ്ങളുടെയും പ്രദർശനം നടന്നു. അന്തിക്കാട് KGM-LP സ്കൂളിൽ നടന്ന പ്രദർശനം മാതൃകാധ്യാപക ജേതാവുമായ ജോഷി D കൊള്ളന്നൂർ ഉദ്ഘാടനം ചെയ്തു. ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ രേഖ PK അധ്യക്ഷയായി. ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ അധ്യാപിക ബീന PB, കാഞ്ഞാണി ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അധ്യാപിക കാവ്യ KP, എരുമപ്പെട്ടി ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അധ്യാപിക വിബിത ഗിരീഷ്, ആര്യ PG, KGM-LP സ്കൂൾ അധ്യാപിക റിയ ആന്റണി, ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മറ്റ് അധ്യാപികമാരായ ആരിഫ ഇക്ബാൽ, ഉണ്ണിമായ കണ്ണൻ എന്നിവർ പങ്കെടുത്തു. ഇതുപോലെ തന്നെ അധ്യാപക പരിശീലനത്തിൽ പങ്കെടുക്കുമ്പോൾ തൃശ്ശൂർ ഡയറ്റിൽ ജില്ലാ കമ്മീഷനും അതുപോലെ തന്നെ സംസ്ഥാന കമ്മീഷനും വേണ്ടി കാത്തിരിക്കുന്ന അന്നത്തെ ഒരവസ്ഥയാണ് ഇന്ന് ഇത് കണ്ടപ്പോൾ ആലോചിച്ചു പോയത്. തൃശ്ശൂർ ഡയറ്റിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. ഇതേ പ്രോസസ്സ് തന്നെ TTCക്കും അവിടെ ഉള്ളതാണ്. ആദ്യം ജില്ലാ കമ്മീഷൻ വരും, അത് നോക്കിയതിന് ശേഷം സംസ്ഥാന കമ്മീഷൻ വരും. സംസ്ഥാന കമ്മീഷൻ നോക്കി മാർക്കിട്ടതിന് ശേഷമാണ് നമ്മുടെ അടുത്ത റിസൾട്ടിലേക്ക് വരുന്നത്. വളരെ നന്നായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നിങ്ങളെല്ലാവരും ഇവിടെ ഇത് അലങ്കരിച്ച് ശരിയാക്കിയിരിക്കുന്നത്. ഈ അലങ്കരിച്ചിരിക്കുന്ന അതേപോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ സ്കൂളിൽ പോയാലും ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഈ അലങ്കാരങ്ങൾ ഇവിടെ അവസാനിക്കാതെ കുറേ ആളുകളൊക്കെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിൽ കുറേ ആളുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന കമ്മീഷനുള്ള വൈവിധ്യം ഇതൊക്കെ കഴിഞ്ഞാൽ ഇത് നേരെ കവറിലും പെട്ടിയിലും ആക്കിയിട്ട് വെക്കേണ്ട സ്ഥലങ്ങളിലേക്ക് മാറ്റി. ഇത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഇത് വെച്ചിട്ട് വേണം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ. ഇത് കാണുമ്പോൾ വളരെ ഭംഗിയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ ഭംഗി തന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ ചെല്ലുമ്പോൾ അവിടെയും നമുക്കുണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് കുട്ടികൾ നമ്മളെ ഇഷ്ടപ്പെടുകയും അതുപോലെ തന്നെ നമ്മളെ വേണം എന്ന് പറയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് JB മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് മഹിളാ കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം കമ്മിറ്റി കൊടിമരം സ്ഥാപിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് പതാക ഉയർത്തി. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുചിത്ര ദിനേശ് അധ്യക്ഷയായി. DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷീജ ടീച്ചർ, ബ്ലോക്ക് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ, മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുസ്തഫ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി PD ബെന്നി, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സുഗന്ധിനി ഗിരീഷ്, പ്രിൻസി സുരേഷ്, ബ്ലോക്ക് ഭാരവാഹികളായ
ശ്രീകല സജീവൻ, സുജാത ഹരിഹരൻ, കുമാരി സുരേഷ്, ഷെഫീന ഷെബീർ അലി എന്നിവർ സംസാരിച്ചു. വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. കഴിമ്പ്രം കുറുപ്പത്ത് സുകുമാരന്റെ ഭാര്യ സുമതിയാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. കഴിഞ്ഞ ഡിസംബർ 29 രാത്രി 11:30 ഇടമുട്ടം പാലപ്പെട്ടി വളവിന് തെക്കുഭാഗത്ത് ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിലാണ് സുമതിക്ക് പരിക്കേറ്റത്. കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവൽ കണ്ടു മടങ്ങുന്ന മകളുടെ കുട്ടികളെ ചിന്ത്രാപ്പനി 17 അവരുടെ വീട്ടിലേക്ക് എത്തിക്കാൻ ഓട്ടോറിക്ഷയിൽ തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കെ പിന്നിൽ നിന്ന് വന്ന ടെമ്പോ ട്രാവലർ ഓട്ടോറിക്ഷയിൽ ഇടിച്ചാണ് അപകടം സംഭവിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. മക്കൾ വിനോദ്, വിനീത, മരുമക്കൾ പ്രിയങ്ക, നിധീഷ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എരവ് ആറാങ്കല്ലിലെ കൊലപാതക കേസിൽ മയക്കുമരുന്നിനടിമയായ പ്രതിയെ പോലീസ് റിമാൻഡ് ചെയ്തു. അനധികൃതമായി താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് BJP താന്യം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാരമുക്ക് വിളക്കുംകാലിൽ ആളൊഴിഞ്ഞ പറമ്പിൽ തീപിടുത്തം. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടലിൽ വൻ ദുരന്തം ഒഴിവായി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.